നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് ടെൻസ് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? പാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂതകാലം, കഴിഞ്ഞു പോയത് എന്നാണ്. പാസ്റ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയത് എന്നാണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? കഴിഞ്ഞു പോയതിനെ കുറിച്ച് അല്ലെങ്കിൽ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഭൂതകാലം. ഓക്കെ, നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്? പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ പാസ്റ്റ് ടെൻസിന്, ഈ ഭൂതകാലത്തിന് എന്തുണ്ട്? 4 വകഭേദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സാമാന്യ ഭൂതകാലം; പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, തുടർന്നു കൊണ്ടിരിക്കുന്ന ഭൂതകാലം; പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പൂർണ്ണതയിലെത്തിയ പഴകിയ ഭൂതകാലം; പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, തുടർന്നു കൊണ്ടിരിക്കുന്ന ഭൂതകാലം. ഇങ്ങനെ 4 വകഭേദങ്ങളുണ്ട്. അപ്പം നമ്മളിത് 4 ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. പ്രസൻറ്റ് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്റ്റ് ടെൻസും ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഒന്നും കൂടെ കേട്ട് നോക്കുക, എന്നിട്ട് ഈ പാസ്റ്റ് ടെൻസ് പഠിക്കുക. പ്രസൻറ്റ് ടെൻസ് പഠിക്കണം, എന്നാൽ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. ഫസ്റ്റത്തെ പാഠം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? സാമാന്യ ഭൂതകാലം. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത്, ദുശ്ശാസൻ പാഞ്ചാലിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ പുറപ്പെട്ടപ്പോൾ. ദുശ്ശാസന് പാഞ്ചാലിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. അപ്പം എന്ത് ചെയ്തു പാഞ്ചാലി കിക്കിട് ദുശ്ശാസന. പാഞ്ചാലി കിക്കിട് ദുശ്ശാസന എന്താണ് പറഞ്ഞത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ എക്സാമ്പിളാണ്. നോക്കാം, ഇവിടെ കിക്ക് എന്ന ക്രിയയെ കണ്ടോ? കിക്കിൻ്റെ കൂടെ ഈഡി എന്ന് മാത്രമേ ചേർക്കേണ്ടതുള്ളൂ ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. കിക്ക് എന്ന വെർബിൻ്റെ കൂടെ ഈഡി, ചവിട്ടി എന്നുള്ളത്. അപ്പോൾ എന്താണ്? കിക്കിഡ് ആവും, ഈഡി മാത്രം ചേർത്താൽ മതി. എന്താണ്? വർത്തമാനകാലത്ത്, അതായത് പ്രസൻറ്റ് ടെൻസിൽ നമുക്കെന്താണ്? ഒരാൾ ചവിട്ടിയാൽ, എക്സാമ്പിൾ നോക്കാം. സീത ലവ്സ് രാമ. സീത രാമനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ, അതിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം സീത ഒരാളായതുകൊണ്ട് അവിടുത്തെ ക്രിയയിൽ എസ് ഉണ്ടായിരുന്നു അല്ലേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. പക്ഷേ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പാഞ്ചാലി ആയിക്കോട്ടെ, ഒരാളായിക്കോട്ടെ, 2 പേരായിക്കോട്ടെ, 3 പേരായിക്കോട്ടെ, എല്ലാപ്പോഴും ഈ വെർബിൻ്റെ കൂടെ ഈഡി എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, പാഞ്ചാലി കിക്ക്ഡ് ദുശ്ശാസന. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെക്കാട്ടും വളരെ എളുപ്പമായെന്ന് മനസ്സിലായില്ലേ? അതായത് ഇപ്പം പാഞ്ചാലി കിക്ക്ഡ് ദുശ്ശാസന, പാഞ്ചാലി ദുശ്ശാസന് എന്താണ്? ചവിട്ടി എന്ന് പറയട്ടെ. ഇനി അടുത്തൊരു സെൻറ്റൻസ് നോക്കാം. ഇത് കണ്ടിട്ട് പാഞ്ചാലി ദുശ്ശാസന ചവിട്ടുന്ന കണ്ടിട്ട് ഭീമനും കൂടെ കൂടി, പാഞ്ചാലീൻ്റെ കൂടെ കൂടി ചവിട്ടാൻ. അപ്പം എന്ത് ചെയ്തു? ഭീമനും പിന്നെ പാഞ്ചാലിയും ദുശ്ശാസനെ കൊല്ലാൻ പദ്ധതിയിട്ടു. അതങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഭീമ ആൻഡ് പാഞ്ചാലി പ്ലാൻ ടു കിൽ ദുശ്ശാസന. ഭീമനും പാഞ്ചാലിയും ദുശ്ശാസനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഇട്ടു എന്ന് പറയുന്നതാണ് പ്ലാൻഡ്. ഓക്കെ, പദ്ധതി ഇട്ട് കഴിഞ്ഞു, മനസ്സിലായോ? ഭീമനും പാഞ്ചാലിയും ദുശ്ശാസനെ കൊല്ലാൻ പദ്ധതി ഇട്ടു. ഭീമൻ ആൻഡ് പാഞ്ചാലി പ്ലാൻ ടു കിൽ ദുശ്ശാസന. അപ്പോൾ ഇവിടെ 2 പേരായപ്പോഴും എന്താ വന്നത്? പ്ലാൻ എന്നുള്ളതിൻ്റെ കൂടെ ഈഡി ചേർത്തു, പ്ലാൻഡ് എന്നായി. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം ഇവിടെ ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും, അതായത് കർത്താവ് ഏകവചനമായാലും ബഹുവചനമായാലും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്രിയയ്ക്ക് വ്യത്യാസമില്ല, ഒരുപോലെ തന്നെയാണ് വരിക. ഓക്കെ, ഇനി ഇവർ 2 പേരും കൂടി ദുശ്ശാസൻ ചവിട്ടിയത് എങ്ങനെയാണ് പറയാം? പാഞ്ചാലി ആൻഡ് ഭീമ കിക്ക്ഡ് ദുശ്ശാസന, അങ്ങനെ പറയും. ഇനി ഈ പാഞ്ചാലിയും ഭീമനും മറ്റ് 4 ഭർത്താക്കന്മാരും കർത്താവായാൽ എങ്ങനെയാണ് പറയാം? പ്ലാൻഡിന് മാറ്റം വരുമോ? ഇല്ല. അടപ്പ 5 ആളായില്ലേ? പാഞ്ചാലിയുണ്ട്, 5 പാണ്ഡവാസും ഉണ്ട്, അപ്പോൾ 6 പേരായി. 6 പേര് ദുശ്ശാസനെ കൊല്ലാൻ പദ്ധതി ഇട്ടാൽ ഈ ക്രിയക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അവിടെ കുറേ ആൾ വന്നു കഴിഞ്ഞാലും ഈ ക്രിയക്കോടൊപ്പം ഈഡി തന്നെയാണ് വരിക. ഓക്കെ, അതായത് പാഞ്ചാലി ആൻഡ് ദ 5 പാണ്ഡവാസ് പ്ലാൻ ടു കിൽ ദുശ്ശാസന. പാഞ്ചാലിയും 5 പാണ്ഡവന്മാർ അല്ലെങ്കിൽ 5 പാണ്ഡവന്മാരും ദുശ്ശാസനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഓക്കെ, മനസ്സിലാവുന്നില്ലേ?
അതായത് ഒരാളാണെങ്കിലും ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്രിയക്ക് വ്യത്യാസമില്ല. ഓക്കെ, മിക്ക ക്രിയയോടും ED എന്ന് ചേർത്താൽ പാസ്റ്റ് ടെൻസായി. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ആസ്ക്, ആസ്കിൻ്റെ അർത്ഥം എന്നാ? ചോദിക്കുന്നു. ആസ്ക്ഡ്, ചോദിച്ചു. ഓക്കെ, വോക്ക്, നടക്കുന്നു. വോക്ക്ഡ്, നടന്നു. നടന്നു കഴിഞ്ഞു അല്ലേ? ഡിസൈഡ്, തീരുമാനിക്കുന്നു. ഡിസൈഡഡ്, തീരുമാനിച്ചു. തീരുമാനിച്ചു. ഓക്കെ, ഇനി എല്ലാം അങ്ങനെയാണോ? ED ചേർത്താൽ അങ്ങ് പാസ്റ്റ് ആവുക? ഇല്ല. വേറൊരു എക്സാമ്പിൾ നോക്ക്. ടേക്ക്, അതിൻ്റെ പാസ്റ്റ് എന്താ വരിക? ടുക്ക് എന്നാണ് വരുന്നത്, അല്ലാണ്ട് ടേക്ക്ഡ് എന്ന് പറയൂല. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് ഐ. നമ്മളിപ്പോൾ ഭീമനും പാഞ്ചാലിയൊക്കെ രണ്ട് ആൾക്കാരെ പേര് പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ ഐ എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസ് അല്ലേ. അതായത് നമ്മൾ കഴിഞ്ഞൊക്കെ ഐ ലവ് യു, ഐ ഒരാളാണെങ്കിൽ ലവ് എന്നുള്ളൊരു ഇതല്ലേ വരുന്നുള്ളൂ, അതിൻ്റെ കൂടെ എസ് വരുന്നില്ലല്ലോ, ക്രിയയോടൊപ്പം എസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഐ ലവ് യു നമ്മളങ്ങനെ പറയുന്നില്ലേ. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഇതിപ്പോൾ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസാണ്. അപ്പോൾ എങ്ങനെയാണ് ഐക്ക്? ഇവിടെ ഐയും നമ്മളെ മറ്റ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിനെ പോലെ തന്നെ ആണ് ഇവിടെ ഐക്കും ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? കർത്താവ് ഐ ആണെങ്കിലും പ്ലാന്റിന് യാതൊരു മാറ്റവും ഇല്ല, അല്ലെ കിക്കിഡിന് യാതൊരു മാറ്റവും വരില്ല. ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കാം. ഐ കിൽഡ് എ കോബ്ര. ഐ കിൽഡ് എ കോബ്ര, ഞാനൊരു മൂർഖനെ കൊന്നു. മനസ്സിലായോ? ഇനി പോട്ടെ, നമ്മൾ കുറേ പേര്, നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു കോബ്രേനെ കൊന്നു എന്ന് വിചാരിക്കാം. അപ്പം എങ്ങനെയാണ് പറയുക? വി കിൽഡ് എ കോബ്ര. എന്തേ മാറ്റം വന്നിട്ടുണ്ടോ? ഐ വന്നപ്പോഴും വി വന്നപ്പോഴും ക്രിയക്ക് ED എന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? വി കിൽഡ് എ കോബ്ര, നാം ഒരു മൂർഖനെ കൊന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് കർത്താവ് ഐ എന്നായാലും വി എന്നായാലും ഹി ആണെങ്കിലും ദേ എന്നായാലും ക്രിയയിൽ ഇവിടെ ഒരു മാറ്റവും ഇല്ല. ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പം 3-4 പറഞ്ഞില്ലേ, ഇനി അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.